നമസ്കാരം. ഏവർക്കും ദൈവപാദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം അഥവാ ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. ഏകദേശം 3 കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടം സന്ദർശിക്കുന്നത്. ഇത് മണ്ഡല മകരവിളക്ക് കാലം എന്ന് അറിയപ്പെടുന്നു. ചില കണക്കുകൾ പ്രകാരം ഇവ 5 കോടിയോളം വരുമെന്നാണ് പറയുന്നത്. മലയാളികളെ കൂടാതെ കേരളത്തിൻ്റെ അടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയവയിൽ നിന്നും ഇവിടേക്ക് ധാരാളം ഭക്തർ എത്തിച്ചേരുന്നു. കൂടാതെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ വംശജർ കുടിയേറിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നു. ഹരിഹരപുത്രനായ, അതായത് പരമശിവന്റെയും മഹാവിഷ്ണുവിൻ്റെയും മകനായ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. കൂടാതെ അടുത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്നു പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതീ സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു. ഉപദേവതകളായി ആദിമൂല ഗണപതി, മഹാദേവൻ, വലിയ കടുത്ത സ്വാമി, കൊച്ചു കടുത്ത സ്വാമി, കറുപ്പു സ്വാമി, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം സന്നിധികളുണ്ട്. ശബരിമലയിലെ ആചാരങ്ങൾ ശൈവമതം, വൈഷ്ണവമതം, ശാക്തേയം, ശ്രാവണമതം, ഗോത്രാചാരങ്ങൾ എന്നിവയുടെ ഒരു സമ്മിശ്രമാണ്. വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള തത്വമസി, അത് നീയാകുന്നു എന്ന മഹാവാക്യം ഈ ക്ഷേത്രത്തിനു മുൻപിലായി വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനു മുന്നിലുള്ള 18 പടികൾ പ്രസിദ്ധമാണ്. ഇവ 18ഉം ആത്മീയ തത്വങ്ങളെ പ്രതിവൽക്കരിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രധാനമായും പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ 18 കരിങ്കൽ പടികളോടുകൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ 2 ചതുരശ്ര ശ്രീകോവിലുകളുമാണ് ശബരിമലയിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറു ഭാഗത്തായി പമ്പാ നദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട്. ഇവിടെ കുളിച്ച് കുടുംബത്തിലെ മരിച്ചവരുടെ പിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത്. നാനാജാതി മതസ്ഥർക്കും ഇവിടം പ്രവേശനം അനുവദനീയമാണ്. എന്നാൽ ഇരുമുടി കെട്ടുമായി വരുന്നവരെ മാത്രമേ 18 പടികൾ കയറാൻ അനുവദിക്കൂ. നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത്. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല. നവംബർ, ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികം 1 മുതൽ ധനു 11 വരെ നീളുന്നതും മണ്ഡലകാലം എന്നറിയപ്പെടുന്നതുമായ 41 ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ്. തുടർന്ന് മകരവിളക്ക് മഹോത്സവം നടത്തുന്നു. ഇതിനു പുറമെ എല്ലാ മലയാള മാസങ്ങളിലെയും ആദ്യത്തെ 5 ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നു. ഇത് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ, അതായത് പൈങ്കുനി ഉത്രം ആറാട്ടായി 10 ദിവസം ഉത്സവം ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. കൂടാതെ ഓണം, വിഷു, വിജയദശമി, ദീപാവലി, മഹാശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ഇവിടെ നട തുറന്ന് പൂജയുണ്ടാകാറുണ്ട്. ഇത്തരം ദിവസങ്ങളിലും ഇവിടെ ദർശനം നടത്താവുന്നതാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായൊരു കഥ ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദിവാസി സമുദായത്തിൽപ്പെട്ട മഹാതപസ്വിനിയായിരുന്ന ശബരി എന്ന തപസ്വിനി ശ്രീരാമ ഭഗവാന്റെ വരവും കാത്ത് തപസ് അനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു. സീതാന്വേഷണത്തിന് പോകുന്ന വഴിയിൽ ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ അനുജനായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിലെത്തുകയും സന്തുഷ്ടയായ ശബരി അവർക്ക് താൻ രുചിച്ചു നോക്കിയ നെല്ലിക്കകൾ നൽകുകയും തൻ്റെ ജീവിത ലക്ഷ്യം സഫലമായതിൻ്റെ ധന്യതയിൽ അവർ യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചതുമായ ഐതിഹ്യം പ്രസിദ്ധമാണ്. ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീരാമൻ ഇനി ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകും എന്ന് പറഞ്ഞുവത്രേ. ഇതാണ് ഈ സ്ഥലത്തിന് ശബരിമല എന്ന പേര് വരാൻ കാരണമായി എന്ന് പറയുന്ന കഥ. ശബരി ശരീരം ഉപേക്ഷിച്ച സ്ഥലമാണ് ഇന്ന് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നും ഐതിഹ്യമുണ്ട്.
അയ്യപ്പന്റെ അവതാരത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് അവയിൽ ഏറ്റവും പ്രസിദ്ധമായത്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന തികഞ്ഞ ശിവഭക്തനായ പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യൻ ശിവശക്തിമാരെ ആരാധിച്ചു വരവെ ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തുകയും പമ്പാ തീരത്ത് വെച്ച് കഴുത്തിൽ മണി കെട്ടിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ കാണുകയും ചെയ്തു. ശിവന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്നാണ് വിശ്വാസം. കഴുത്തിൽ സ്വർണമണിമാല ഉണ്ടായിരുന്നത് കൊണ്ട് ശിശുവിന് മണികണ്ഠൻ എന്നു പേര്. രാജാവ് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടെ കുട്ടിയെ രാജകൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. എന്നാൽ പിന്നീട് രാജ്ഞി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ഉണ്ടായി. ആയോധന കലയിലും വിദ്യകളിലും അഗ്രഗണ്യനായ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിൻ്റെ ആഗ്രഹം. എന്നാൽ സ്വന്തം മകനെ യുവരാജാവാക്കുവാനായി മഹാറാണി തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു. ഇതിന്റെ ഭാഗമായി രാജ്ഞി മന്ത്രിയെ വശത്താക്കുകയും അവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി കപടമായി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരം വൈദ്യൻ രോഗത്തിന് പുലിപ്പാൽ മരുന്നായി നിശ്ചയിക്കുകയും ചെയ്തു. ഗൂഢപദ്ധതി അനുസരിച്ച് പുലിപ്പാൽ കാട്ടിൽ നിന്നും കൊണ്ടുവരാൻ നിയുക്തനായത് രാജകുമാരനായ മണികണ്ഠനാണ്. അങ്ങനെയാണ് പുലിപ്പാലിനായി അയ്യപ്പനെ കൊടുംകാട്ടിലേക്ക് വളർത്തമ്മയായ രാജ്ഞി പറഞ്ഞയക്കുന്നത്. എന്നാൽ ലോകോപദ്രവകാരിണിയും പരമദുഷ്ടയുമായ മഹിഷിയെ വധിച്ച് പുലിപ്പുറത്തേറി അയ്യപ്പൻ വിജയശ്രീലാളിതനായി പന്തളദേശത്ത് മടങ്ങിയെത്തി. അയ്യപ്പൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകുകയായിരുന്നു. പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. അയ്യപ്പനോട് രാജ്ഞിയും മന്ത്രിയും ചെയ്ത പാപത്തിൽ നിന്ന് മുക്തി നേടാനാണ് 41 ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള തീർത്ഥയാത്രയും എന്നാണ് ഐതിഹ്യം. ജീവാത്മാവായ ഭക്തൻ പരമാത്മാവായ ഭഗവാന് സമർപ്പിക്കുന്ന വസ്തു എന്ന തരത്തിലും ഇരുമുടിക്കെട്ടിനെ വിശേഷിപ്പിക്കാറുണ്ട്. ശാസ്താവിൽ വിലയം പ്രാപിച്ച വീരയോദ്ധാവായി അയ്യപ്പനെ ചിത്രീകരിക്കുന്ന മറ്റൊരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. കാട്ടിൽ നിന്നും ലഭിച്ച അയ്യപ്പനെ യുദ്ധതന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ച് പന്തളം രാജാവ് മുഖ്യ സേനാനിയാക്കി. വാവരുമായി യുദ്ധമുണ്ടായെങ്കിലും പിന്നീടിവർ ഉറ്റ ചങ്ങാതിമാരായി. വാവരുടെയും കടുത്തയുടെയും തലപ്പാറമല്ലൻ, ഉടുമ്പാറവില്ലൻ മുതലായവരുടെ സഹായത്തോടെ അയ്യപ്പൻ പന്തളം രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. ചോളരുടെ സൈന്യമായ മറവപ്പട നശിപ്പിച്ച ശബരിമല ക്ഷേത്രം പുതുക്കി പണിയുകയും ചോളപ്പടയുടെ തലവനായ ഉദയനനെയും മഹിഷിയെയും വധിക്കുകയും ചെയ്തു. പടയോട്ടത്തിൻ്റെ ഒടുവിൽ അയ്യപ്പൻ ശബരിമലയിലെ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ശബരിമലയിലെ അയ്യപ്പൻ്റെ സമാധി സ്ഥലം മണിമണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നിത് മാളികപ്പുറത്തെ ഭഗവതി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. പമ്പാ നദിയുടെ തീരത്ത് കഴിഞ്ഞിരുന്ന ബുദ്ധമതാനുയായിയായിരുന്ന അയ്യപ്പൻ എന്നും ചിലർ വിശ്വസിക്കുന്നു. ശത്രുക്കളെ ഭയന്ന് രാജ്യം വിട്ടോടിയ പാണ്ഡ്യ രാജാവിന് രാജ്യം വീണ്ടെടുക്കാൻ അയ്യപ്പൻ സഹായിച്ചുവത്രേ. ശബരിമലയെ ചുറ്റിയുള്ള ഓരോ മലമുകളിലും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. നിലയ്ക്കൽ, കാളകെട്ടി, കരിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നും ക്ഷേത്രങ്ങൾ കാണാം. മറ്റു മലകളിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും. അയ്യപ്പൻ മഹിഷിയെ വധിച്ച ശേഷം ധ്യാനത്തിലിരുന്നത് ശബരിമലയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 18 മലകളിലെ 18 മലദൈവങ്ങൾക്കു നടുവിലാണ് അയ്യപ്പ ക്ഷേത്രമെന്നും ഇത് സൂചിപ്പിക്കുന്നതായി ക്ഷേത്രത്തിന് മുന്നിലുള്ള 18 പടികൾ എന്നൊരു വിശ്വാസവുമുണ്ട്. ഈ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനാണ് പടിപൂജ അഥവാ ഗിരിദേവതാ പൂജ നടത്തി വരുന്നത് എന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. മറ്റു വിശ്വാസപ്രകാരം 18 പടികൾ ആത്മീയമായ 18 കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 18 പടികൾ അഥവാ 18 അവസ്ഥകൾ തരണം ചെയ്തു ഭക്തർ ഈശ്വരനിൽ എത്തിച്ചേരുന്നു അഥവാ മോക്ഷം പ്രാപിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിലുള്ളത്. അയ്യപ്പന്റെ പൂങ്കാവനം ഈ 18 മലകളാണെന്നും 18 മലകൾ 18 പുരാണങ്ങളാണെന്നും അഭിപ്രായവുമുണ്ട്. ജീവൻ, സത്, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയും 14 ലോകങ്ങളുമായി 18 പടികൾ എന്നൊരു വിശ്വാസവും ഇതിനുണ്ട്. ശബരിമല, പൊന്നമ്പലമേട്, ഗൗണ്ടൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമേട്, ഖൽഗിമല, മാതങ്കമല, മയിലാടുംമേട്, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല ഇതൊക്കെയാണ് ഈ 18 മലകൾ.
അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച് ശാപമോക്ഷം നൽകിയപ്പോൾ മഹിഷി ഒരു സുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും അയ്യപ്പനോട് തന്നെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ തന്നെ കാണാൻ കന്നി അയ്യപ്പന്മാരാരും വരാതിരുന്ന കാലത്ത് ആ സ്ത്രീയെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് വാക്ക് നൽകിയതാണെന്നാണ് വിശ്വാസം. ആ ദേവി മാളികപ്പുറത്തെ ഭഗവതിയിൽ ലയിച്ച് മോക്ഷം നേടി എന്നാണ് ഐതിഹ്യം. പാണ്ഡ്യ പാരമ്പര്യമുള്ള പന്തളത്തെ രാജാവ് തൻ്റെ കുലദൈവമായി ആരാധിക്കുന്ന മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മയെന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. ഇപ്രകാരം പരാശക്തി അഥവാ ദുർഗാസങ്കല്പവും മാളികപ്പുറം ക്ഷേത്രത്തിലുണ്ട്. ശംഖ്, ചക്രം, അഭയ, വരദ മുദ്രകൾ ധരിച്ച ചതുർബാഹുവായ പ്രതിഷ്ഠ പരാശക്തിയായ ഭഗവതിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ കൊത്തിവച്ചിരിക്കുന്ന അഷ്ടലക്ഷ്മിമാരെയും ഇവിടെ കാണാം. അതിനാൽ മഹാലക്ഷ്മി സങ്കല്പത്തിലും ആരാധിക്കുന്നു. ഭഗവതി സേവ, ലളിതാ സഹസ്രനാമം തുടങ്ങിയവ ഇവിടുത്തെ എല്ലാ പൂജകളിലും ആരാധനകളിലും പരാശക്തിയായ ഭഗവതിക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്. അയ്യപ്പൻ്റെ ഉറ്റമിത്രമായി ഐതിഹ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വാവരുടെ പള്ളിയിൽ ദർശനം നടത്തിയ ശേഷം മാത്രമേ അയ്യപ്പ ഭക്തന്മാർ 18-ാം പടി ചവിട്ടാവൂ എന്നൊരു വിശ്വാസവുമുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി വാവരുടെ പള്ളിയും അയ്യപ്പൻ്റെ ക്ഷേത്രവും ശബരിമലയിൽ നിലകൊള്ളുന്നു. പന്തളം രാജ്യം ആക്രമിക്കാൻ വന്ന വാവർ രാജകുമാരനായ അയ്യപ്പനുമായി ഏറ്റുമുട്ടി പരാജയപ്പെടുകയും പിന്നീട് അയ്യപ്പൻ്റെ ഉറ്റ സുഹൃത്തായി തീരുകയും ചെയ്ത ആളാണ് എന്ന കഥയ്ക്കാണ് പ്രചാരം കൂടുതൽ. മക്കംപുരയിൽ ഇസ്മയിൽ ഗോത്രത്തിൽ പാത്തുമ്മയുടെ പുത്രനായി ജനിച്ചയാളാണ് വാവരെന്നാണ് ബാബർ മാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാവരായിരുന്നത് ബാബർ തന്നെയായിരുന്നു എന്നും ചിലർ വാദിക്കുന്നു. ശാസ്താവിൻ്റെ അംഗരക്ഷകനായി വാവർക്ക് പന്തളം രാജാവ് ക്ഷേത്രം പണിത് നൽകിയതായി ചില സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതെ നോക്കുവാൻ അയ്യപ്പൻ വാവരെ ചുമതലപ്പെടുത്തിയതായും പറയപ്പെടുന്നു. കുരുമുളകാണ് വാവരുടെ പള്ളിയിലെ പ്രധാന വഴിപാട്. കാണിക്കയായി നെല്ലും ചന്ദനവും സാമ്പ്രാണിയും പനിനീരും നെയ്യും നാളികേരവും ഇവിടെയുള്ള വഴിപാടുകളാണ്. എരുമേലിയിലും ഒരു പള്ളിയുണ്ട്. ഇതിനെ നൈനാർ പള്ളി എന്ന് വിളിക്കുന്നു. ശബരിമലയിൽ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്നതിന് മുൻപ് ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം. ഭക്തർക്കുള്ള ദർശന സമയത്തിനു ശേഷം ഭഗവാനെ പള്ളി ഉറക്കാനുള്ള ഒരു ഗീതമാണ് ഇതാണെന്നാണ് വിശ്വാസം. കമ്പകുടി കുളത്തൂർ സുന്ദരേശ്വരയ്യറാണ് ഈ ഉറക്കുപാട്ട് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. 1950 വൻ തീപിടുത്തത്തിന് ശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് ആദ്യം ഈ ഗാനം ആലപിച്ചത്. ആദ്യകാലത്ത് അത്ര പ്രസിദ്ധമല്ലാതിരുന്ന ഈ ഗാനം 1975 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലൂടെ പ്രസിദ്ധി നേടി. ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹത്തിൻ്റെ ഇരുപുറത്തുമായി ഇരിക്കുകയും തുടർന്ന് പാട്ടിലെ ഓരോ വരിയും അവസാനിക്കുന്നതനുസരിച്ച് വിഗ്രഹത്തിൻ്റെ ഇടത്തുഭാഗത്തെ ഓരോ വിളക്കും അണച്ചുകൊണ്ടിരിക്കും. അവസാനം വിഗ്രഹത്തിൻ്റെ വലതുഭാഗത്തെ വലിയ വിളക്കും അണച്ച ശേഷം തന്ത്രിയും ശാന്തിക്കാരും പുറത്തിറങ്ങും. ഇതേ സമയം 1984 ഹരിഹരസുധ അഷ്ടോത്തരശതം എന്ന ആൽബത്തിനു വേണ്ടി KJ യേശുദാസ് ആലപിച്ച ഹരിവരാസനം പുറത്തുള്ളവർക്കു വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ടാകും. നന്ദി.